നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 517 517. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 517. ശ്രീകൃഷ്ണ കഥാമൃതത്തിലെ രണ്ടാമത്തെ കാണ്ഡം ശ്രീകൃഷ്ണ ലീലാകാന്ഡം. അതിൽ 11-ാം സർഗാണെന്ന് തുടങ്ങേണ്ടത്. ഗോകുലത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് അതിന് ഹെഡിങ് താമരശ്ശേരി കൃഷ്ണൻഭട്ടതിരിപ്പാട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 10-ാം സർഗത്തിൽ എന്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ, കംസൻ്റെ മന്ത്രിസഭയിൽ 34-ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് ശ്ലോകം. അതാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വണ്ണം സുജനപീഡനത്തിൽ എന്നും പ്രാവീണ്യം പെരുകി വളർന്ന ദുഷ്ടവർഗം പാവങ്ങൾക്ക് അകമലരിന്നുമങ്ങലേറ്റി ദൈവത്തിൻ മതമറിവീല മന്നിലാരും. ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ പ്രവർത്തിക്കണില്ല എന്ന് എനിക്കും പറയാം. കാരണം എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഡോൺ ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്വർ. ഞാൻ അതനുസരിച്ചിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ കടുവയെ പിടിച്ച് കടുവയാക്കാനോ കഴുതയെ പിടിച്ച് ആടാക്കാനോ ആടിനെ പിടിച്ച് കഴുതയാക്കാനോ ഞാൻ മെനക്കെട്ടൊന്നുമില്ല. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ കനകധാരാശാസ്ത്രം ചൊല്ലി ആൾക്കാരെ പറ്റിക്കാറില്ല എന്നർത്ഥം. അത് ഈ ക്ഷേത്രങ്ങളിൽ പിന്നെ വരുമാനം ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞ് ഭക്തി ഉണ്ടാക്കാൻ അതൊന്നും സഹായിക്കില്ല. അപ്പോൾ എന്തായാലും ഗോകുലത്തിൽ ശ്രീകൃഷ്ണ ജയന്തിനെ പറ്റിയിട്ട് നമുക്ക് പരാമർശിക്കാം. 1-ാമത്തെ ശ്ലോകം, നന്ദനോ മന്നിൽ മറ്റൊന്നും ചിന്തയില്ലാത്ത ഭാഗ്യവാൻ. കംസൻ്റെ മന്ത്രിസഭയെ പറ്റി പറഞ്ഞു. ഇനി നന്ദഗോപുരം എന്ത് ചെയ്യണം? നന്ദനോ മന്നിൽ മറ്റൊന്നും ചിന്തയില്ലാത്ത ഭാഗ്യവാൻ പുണ്യം മൂർത്തി ഭവിച്ചുള്ള മഹാഭാഗവതോത്തമൻ. ആരാ നന്ദഗോപര്? മഹാഭാഗവതോത്തമൻ തന്നെ പറയണം. മഹാഭാഗവതോത്തമൻ. നീലാകാശം നോക്കി നീലാകാശം നോക്കി നെൽപ്പാണങ്കണ ഭൂമിയിൽ സമാധിയാർന്ന മട്ടെന്തും അദ്ദേഹത്തിനുമെല്ലവേ. എന്തോ സമാധിയിലിരുന്ന കൂട്ടത്തിലുണ്ട്. അത് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ അല്ല ആള് വൈകുണ്ഠത്തിലാണ്. വിഷ്ണുപദം പൂജ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ സമാധിയാർ നമ്മട്ടെന്തും അദ്ദേഹത്തിനുമെല്ലവേ. കേൾക്കായി കാതിൽ അമൃതം തുളിക്കുന്നത് പോലവേ. കാതിൽ അമൃതം തൂളിക്കുന്ന പോലവേ തോന്നിയെന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? അകത്ത് നിന്ന് സന്തോഷപ്രദമാമൊരു നിസ്വനം. അകത്ത് നിന്ന്. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്ത് നിൽക്കുക വിചാരിക്കാം. വീടിൻ്റെ അകത്ത് നിന്ന് പൊട്ടിത്തെറികളുണ്ടായാൽ എന്താ അർത്ഥം? അവിടെ ശാന്തി ഇല്ല എന്നർത്ഥം. ഇതെന്താ ഉണ്ടായത്? അകത്ത് നിന്ന് സന്തോഷപ്രദമൊരു നിസ്വനം. ഒരു സ്വരം കേട്ടു, വളരെ ഭംഗിയുള്ളത്. എന്താണ്? നേരം നോക്കാം അതോടൊപ്പം ചെറുതായൊരു ശബ്ദവും. അതായത് ഈ യശോദാദേവിയുടെ അടുത്ത് ഉണ്ണിക്കണ്ണൻ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞ് സ്ത്രീകൾ പറഞ്ഞ് സമയം നോക്കൂ, ജാതകർമ്മം നോക്കാം അല്ലേ. യശോദാദേവി ഒരു പെൺകുട്ടീനെ ആൺകുട്ടീനെ പ്രസവിച്ചിരുന്നു എന്നാണ് പറയണതേ. നേരം ഇതൊക്കെ ഞാനൊക്കെ എൻ്റെ അമ്മയുടെ ചേച്ചി അവരുടെ 2ാമത്തെ മകള് പ്രസവിച്ചപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് ഒരു 50 കൊല്ലം 55 കൊല്ലം മുമ്പേ, ആൺകുട്ടിയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് കൂക്കണം. ഒരു 3-4 പ്രാവശ്യം കൂക്കണം. അപ്പോൾ കൂക്ക് കേട്ട വീട്ടിൽ ആൺകുട്ടി ഉണ്ടായിരുന്ന. നേരെ വെച്ച് പെൺകുട്ടിയാണെങ്കിൽ അടച്ച വാതിലുമ്പൽ 4 പ്രാവശ്യം ഇങ്ങനെ തട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ ഇത് അനുഭവിച്ചിട്ടുള്ള
പിന്നെ എൻ്റെ ശ്രോതാക്കളെ പറ്റി എനിക്കറിയില്ല. അതുകൊണ്ടാണ് നേരം നോക്കാം അതോടൊപ്പം ചെറുതായൊരു ശബ്ദവും ബ്രഹ്മാനന്ദം കാതിലൂടെ ഉള്ളിലൂറ്റുന്ന മാതിരി. ഒരു കുഴൽ വെച്ചിട്ട് കാതുകൂടെ ബ്രഹ്മാനന്ദം ഊറ്റി അങ്ങനെ ഉണ്ടാവും. ഇതറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കാവ്യഭംഗി വേണം അല്ലേ? പരിപൂർണ പരബ്രഹ്മം പിറന്നിട്ടുടൻ ആദ്യമായി പവിഴച്ചോരിവായി കൊണ്ടുപൊഴിച്ചു മധുരസ്വരം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പവിഴച്ചോരിവായി കൊണ്ട് ഭഗവാന്റെ മൃദുലമായിട്ടുള്ള ചുണ്ടുകളെ പറ്റി പൊഴിച്ചു മധുരസ്വരം. കരഞ്ഞു. കുട്ടി കരഞ്ഞ ശബ്ദമാണ് കേൾക്കണത്. ഇവിടെ എല്ലാവരെയും ആനന്ദിക്കത്തക്ക വിധത്തിലാണ് ഭഗവാൻ കരഞ്ഞത്. പക്ഷേ കൃഷ്ണസോദരിയായിരിക്കുന്ന മഹാമായ കരഞ്ഞത് എങ്ങനെയാണ്? ഇടിവെട്ടിയ ശബ്ദം പോലെ. അതായത് രാക്ഷസ സ്ത്രീകളുടെ ഗർഭം അലസിപ്പിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ. മനസ്സിലായില്ലേ? അപ്പോൾ പരിപൂർണ പരബ്രഹ്മം പിറന്നിട്ടുടൻ ആദ്യമായി പവിഴച്ചോരിവായി കൊണ്ടുപൊഴിച്ച മധുരസ്വരം. ഇത് അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ലേ? ഞാനിപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പിലാമന്തോടിൻ്റെ അടുത്ത് കുരുവമ്പ്രത്തല്ല. ഞാനിത് വായിക്കണ സമയത്ത് ഞാൻ ഈ നന്ദഗോപുര വീട്ടിൽ ഞാനുണ്ട്. ഇദ്ദേഹം പുറത്താണ്, ഞാൻ അകത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ചുണ്ടുകളിൽ കൂടി ഒരു ശബ്ദം പുറപ്പെട്ടു, ഞാനും കേട്ടു. അത് ഇത്ര പറഞ്ഞാൽ പോരെ? ഇനി എന്താ വേണ്ടേ? അപ്പോൾ വിശുദ്ധ സച്ചിദാനന്ദ സൗര്യത്തിൻ വിളംബരം. ചണ്ടകുട്ടി പറയാണ് വിശുദ്ധ സച്ചിദാനന്ദ സൗന്ദര്യം. അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുക? നമ്മളൊരാളെ കാണുമ്പോൾ, ഭഗവാനെ കാണുമ്പോൾ വിശുദ്ധമാണ്, സച്ചിദാനന്ദ, സത്ത് ചിത്ത് ആനന്ദം തന്നെ പറയണം. നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ സത്ത് ചിത്ത് ആനന്ദം സൗന്ദര്യത്തിൻ വിളംബരം ആലോചിപ്പോർക്ക് അനിർവാച്യ വസ്തുവിൻ മാറ്റൊരാകൃതി. അത് ആലോചിക്കും തോറും ഓരോരുത്തർക്കും വ്യത്യസ്ത ഭാവം ഉണ്ടാവുക. ഭക്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ആലോചിക്കുന്നവർക്കേ ഉള്ളൂ, ആലോചിക്കാത്തവർക്ക് എന്തായാലും അന്തുമില്ല കുന്തുമില്ല പറഞ്ഞ മാതിരി. സച്ചിദാനന്ദത്തിനെ അനലൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതിൽ ലയിച്ചു കഴിഞ്ഞാൽ മാധുര്യം അനുഭവിക്കാം. അതുകൊണ്ടാണ് ആലോചിപ്പോർക്ക് അനിർവാച്യ വസ്തുവിൻ മറ്റൊരാകൃതി ഉണ്ണിയാണെന്നു താൻ കേൾപ്പാൻ ഉൾക്കാമ്പിൽ കൊതി പൂണ്ടവൻ. ആൺകുട്ടിയാണെന്ന് കേൾക്കാൻ താല്പര്യത്തോടു കൂട്ടിയിട്ടാണ് നന്ദഗോപുര ഇങ്ങനെ ലാത്തുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉണ്ണിയാണെന്നു താൻ കേൾപ്പാൻ ഉൾക്കാമ്പിൽ കൊതി പൂണ്ടവൻ അകത്തേക്കെത്തി നോക്കിക്കൊണ്ടു ഭയായുധ ചിത്തനായി. ആണാവൂ പെണ്ണാവൂ അതും കൂടി അറിഞ്ഞിടാൻ എത്രയും വെമ്പി നിൽക്കവേ. അതറിയാൻ വെമ്പി നിൽക്കുന്ന സമയത്ത്, അതായത് ധൈര്യപ്പെട്ട് എന്താണ് കേൾക്കുക, അതും കൂടി അറിഞ്ഞിടാൻ എത്രയും വെമ്പി നിൽക്കവേ അണഞ്ഞ അമ്പാർന്നൊരാളോതി ശങ്കെടുത്തു വിളിക്കുവാൻ. ശങ്കെടുത്ത് വിളിച്ച ആൺകുട്ടീന്നാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരൻ്റെ വീട്ടിൽ ശംഖ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കൂക്കാൻ പറഞ്ഞത്. സത്യം ഈ കൂക്കലും ശംഖുവിളി ഒരേ മാതിരിയാണല്ലോ അല്ലേ? ഓങ്കാരാണ്. എന്താ രസം ആലോചിച്ച് നോക്കൂ. അതും കൂടി അറിഞ്ഞിടാൻ എത്രയും വെമ്പി നിൽക്കവേ അണഞ്ഞമ്പാർന്നൊരാളോതി ശങ്കെടുത്തു വിളിക്കുവാൻ. നന്ദഗോപുരെ എന്തങ്ങനെ അന്തം വിട്ട് നിൽക്കണം? ആ ശങ്കെടുത്തൊന്ന് ഊതു. അപ്പോൾ ആൾക്ക് മനസ്സിലായി ആൺകുട്ടി അതുള്ളത്. കേൾക്കണവർ ആൾക്കാർക്ക് മനസ്സിലാവണം, നന്ദഗോപുർക്ക് ആൺകുട്ടി ഉണ്ടാകുമെന്ന് ഗോകുലത്തിലുള്ളവർക്ക് മനസ്സിലാവണം. ശങ്കെന്നു കേട്ടു പരമാനന്ദമഗ്നനായി മഗ്നമനസ്കനായി പരമാനന്ദമഗ്നമനസ്കനായി പരമാനന്ദത്തിൽ ആറാടുന്ന മനസ്സോടു കൂടിയവൻ സർവേശ്വരനെ ഉൾപ്പൂവിൽ തന്നായോർത്താൻ വ്രജാധിപൻ. വ്രജം ഗോകുലത്തിനാണല്ലോ വ്രജം എന്ന് പറയുക അല്ലേ? അപ്പോൾ നന്നായോർത്താൻ വ്രജാധിപൻ. നമ്മളെന്താ ചെയ്യുക? നമ്മൾക്കൊരു സൗകുമാരി ഉണ്ടായാൽ ഈശ്വരനെ ആലോചിക്കുന്ന എത്ര ആൾക്കാരുണ്ട്?
അവരവരുടെ ഇൻലോസിനെ അറിയിക്കുക, അച്ഛനമ്മയും കൂടി അറിയിക്കാത്ത ആൾക്കാരാണ്. ഞാനത് വെറുതെ എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചതല്ല, കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് ഈശ്വരൻ പറയിപ്പിച്ചത്, എൻ്റെ സ്വന്തം അല്ലാതെ. ഇന്ന് ആൺകുട്ടികളുടെ സ്ഥിതി വളരെ മോശമാണ്. ആൺകുട്ടികൾക്ക് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും സന്തോഷ വർത്തമാനം അമ്മായിയമ്മേനെയും അമ്മായച്ചനും പറഞ്ഞ് കേൾക്കാനാണ് അവർ. അല്ലെങ്കിൽ അവർക്ക് സമയത്തിന് മാമു കിട്ടില്ലേനെ. എൻ്റെയോ ചോദിക്കും, വാർച്ച വരയിൽ നിൽക്കും. അമ്മ ഫസ്റ്റ്, കുടുംബം ഫസ്റ്റ്, പിന്നെ ഭാര്യ. അമ്മ ഉള്ളപ്പോൾ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞിട്ട് ഭാര്യയുടെ സ്ഥാനം. അത് വിചാരിച്ചിട്ട് ഭാര്യനെ കുത്തുവാക്ക് പറയണമെന്നല്ല, ഭാര്യനെ നോക്കണ്ടെന്നല്ല, ഒക്കെ വേണം. ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു, സർവേശ്വരനെ ഉൾപോവിൽ നന്നായോർത്താൻ പ്രജാധിപൻ ഉണ്ണി തന്നെ ഉടൻ വന്നു രോഹിണി ദേവി മെല്ലവേ ഓതി. നന്ദഗോപുരോട് പറയണം. നന്ദഗോപുരം രോഹിണി ദേവി എന്താ ബന്ധം? വസുദേവരുടെ ഭാര്യയാണ് രോഹിണി. പക്ഷേ വസുദേവരുടെ ആത്മമിത്രാണ് ആര്? നന്ദഗോപുരൻ. അപ്പോൾ ഒരു റിസർവേഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരനെ പോലെയുള്ള ആൾ. ആലോചിച്ച് നോക്കൂ. അതാണ് ഉണ്ണി തന്നെ ഉടൻ വന്നു രോഹിണി ദേവി മെല്ലവേ ഓതി മിടുമുടക്കാർന്നുമെന്നീടും ഒരു കോമളൻ. അവിടെ മിടുമിടുക്കൻ എന്നുള്ളതിന് ഇൻവെർട്ടഡ് കോമയിൽ ഐ അഗ്രീഡ് ദാറ്റ്. ഇനി അതിൽ 2-3 അർത്ഥം പറയണം. എന്താ, രോഹിണിക്ക് കുറച്ച് മാസം മുമ്പേ ഒരാൺകുട്ടി ഉണ്ടായി. അതാരാ? ബലരാമൻ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എൻ്റെ ചങ്ങാതി വസുദേവർക്ക് ആൺകുട്ടി ഉണ്ടായി എന്ന് ഇദ്ദേഹം സന്തോഷത്തോടു കൂടി ശങ്കൂതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ രോഹിണി ദേവി ഓടി വന്ന് പറഞ്ഞു, ആൺകുട്ടിനെയാണ് കേട്ടോ, സന്തോഷമായിരുന്നോളൂ. രോഹിണി ദേവി മെല്ലവേ ഓതി മുടുമുടുക്കാർന്നു മിന്നീടും ഒരു കോമളൻ ഉള്ളം കുളിർക്കും ആ വാക്കിനെന്തെല്ലാം തന്നെ നൽകിലും മതിയാവില്ല. അല്ലേ? എനിക്ക് കൃഷ്ണൻ പറന്നു എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അതിലൊരു അഭിമാനം? ഞാനൊരു അമേച്ചർ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഈ അവതാരങ്ങളും ഇതേപോലുള്ള കാര്യം വായിക്കുമ്പോൾ ഏതൊരു ലോകത്തിലാണ്, ഒരു മെസ്മറിസമാണ്. കൈലാസം വർണ്ണിക്കുക, വൈകുണ്ഠം വർണ്ണിക്കുക, കാശീനെ ഗംഗേനെ വർണ്ണിക്കുക. അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഉള്ളം കുളിർക്കും ആ വാക്കിനെന്തെല്ലാം തന്നെ നൽകിലും മതിയാവില്ല, അവർക്കെല്ലാം നന്മയും നേർന്നു പുണ്യവാൻ. അതൊരു 1.5 കമൻറ്റാണ്. നമ്മളിപ്പോൾ സ്വർണം കൊടുത്താലും നന്മ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് വരില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലക്ഷങ്ങളും കിട്ടിയിട്ടുണ്ട്. എനിക്ക് നന്മ ഉണ്ടാവട്ടെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ സഹോദരി സ്ഥാനത്ത് എനിക്ക് ഒരു എന്താണെന്നാ പറയുക, ഒരു ചീരാപ്പ് അങ്ങനെ ഉണ്ട് മലയാളത്തിൽ. ചീരാപ്പ് എന്ന് പറഞ്ഞാൽ ജലദോഷം വരരുത്, അല്ലെങ്കിൽ എനിക്ക് പനി വരരുത്. അതിപ്പോൾ സാറിന് എന്ന് പറഞ്ഞോളൂ, എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു 24 മണിക്കൂറിൽ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ എത്ര ടേക്ക് കെയർ ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തു പറ്റി? ഇത് ഭാഗവതത്തിൻ്റെ ഗരിമയാണ്. ഞാനൊരു ഭാഗവത ആചാര്യനായിട്ടില്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ചില ആൾക്കാരെ, ഇനി വേണമെങ്കിൽ ഗോപസ്ത്രീകളെന്ന് പറയാം. കാരണം എല്ലാവർക്കും ഈശ്വരനോടുള്ള പ്രേമം കൊണ്ടാണല്ലോ എന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ആൾക്കാരെ. അതാണ് സത്യം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അവർക്ക് നന്മ നേരുക, എനിക്ക് ശ്രോതാക്കൾ നന്മ നേരുക, ഞാൻ ശ്രോതാക്കൾക്ക് നന്മ നേരുക. എല്ലാ എപ്പിസോഡും കഴിയുമ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷം
അല്ലെങ്കിൽ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത് വെറുതെ പറയുന്നതല്ല. എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതാണ് ഉത്തമം. ഒരേക്കർ സ്ഥലം തരണല്ലോ, അല്ലെങ്കിൽ ഗുരുവായൂർ നന്ദനൻ പറഞ്ഞ ആന തരുന്നതിനേക്കാൾ വലുതാണ് ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സങ്കല്പം നന്നായാൽ കർമ്മം നന്നാവും, കർമ്മം നന്നായാൽ കർമ്മഫലം നന്നാവും, കർമ്മഫലം നന്നായാൽ ഈശ്വര പ്രീതിയായി. യശോദാദേവി കണ്ടാൽ തൻ കുഞ്ഞിനെ കൺകുളിർക്കവേ. അപ്പം നന്ദഗോപരുടെ പരിപാടി കഴിഞ്ഞു. യശോദാദേവി ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ മലന്ന് കിടക്കല്ലേ, അപ്പോൾ ഒന്നിങ്ങനെ ചെരിഞ്ഞ് നോക്കി. മിടുമിടുക്കൻ മിടുമിടുക്കുന്നല്ലേ, മെല്ലവേ ഓതി മിടുമിടുക്കൻ ആർന്നു മിന്നീടും ഒരു കോമളൻ എന്ന് പറഞ്ഞില്ലേ, അതാണ്. യശോദാദേവി കണ്ടാൽ തൻ കുഞ്ഞിനെ കൺകുളിർക്കവേ ജന്മം സഫലമായി തീർന്നു മിന്നും മുകിൽ വർണ്ണനെ കാർ വർണ്ണനെ, മുകിൽ വർണ്ണനെ കാർ വർണ്ണനെ, മിന്നുന്ന മുകിൽ വർണ്ണനെ. ശ്രീരാമചന്ദ്രനെ പണ്ട് കൗസല്യാദേവി പോലവേ ഇത്രയും തക്കതായി മറ്റൊന്നില്ല ഞെട്ടുര ചെയ്യുകയാം. അതായത് താമരശ്ശേരി ഭട്ടതിരി പറയാണ്, പണ്ട് അയോധ്യയിലെ കൗസല്യാദേവി ശ്രീരാമചന്ദ്രസ്വാമീനെ കുട്ടിയായിട്ട് എങ്ങനെ കണ്ടു, അതുതന്നെയാണ് പൂർണ്ണാവതാരം ഇവിടെ. അതാണ് പറഞ്ഞത്, ഇത്രയും തക്കതായി മറ്റൊന്നില്ല ഞെട്ടുര ചെയ്യുകയാം. വേറെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അയോധ്യയിൽ കൗസല്യാദേവി കണ്ട രാമചന്ദ്രനെ ആണ് യശോദാദേവി ശ്രീകൃഷ്ണനായിട്ട് കണ്ടത്. അപ്പോഴേക്ക് ഉപനന്ദൻ വന്ന് അമ്പാർന്നോതി മഹാശയൻ ശംഖ അല്ല തകിലും നാഗസ്വരവും വേണമങ്ങനെ. ഉപനന്ദൻ എന്ന് വേണമെങ്കിൽ നന്ദൻ്റെ സഹോദരൻ എന്ന് പറയാം, ഉപനന്ദൻ. ശംഖ് വിളിച്ചാൽ മാത്രം പോരാ, നാഗസ്വരും തകിലും കൂടി വേണമെന്നാ. കാരണം എന്താ, ആരാ വന്നത്? സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാന്റെ ജനനം ഗംഭീരാക്കണം. അതുകൊണ്ടാണ് അപ്പോൾ ശങ്കല്ല തകിലും നാഗസ്വരവും വേണമങ്ങിനെ അറിയേ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ. അപ്പോൾ ഈ കാലാകാലമായിട്ട് ഗുരുവായൂരിൽ ഭഗവാനെ പള്ളി ഉണർത്തുന്നത് നാഗസ്വരം, കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നാഗസ്വരം തകിലും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-26 വർഷമായിട്ട് എൻ്റെ വല്യമ്മയുടെ ഒരു മകൻ പ്രകാശൻ എന്ന് പറഞ്ഞ ആളാണ് തകിലുകാരൻ. അപ്പോൾ അവൻ ചെയ്തൊരു പുണ്യം ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ 2018-19 എനിക്ക് ഇതേമാതിരി ഗുരുവായൂരമ്പലത്തിൽ ഈ വൈശാഖ മാസത്തിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതും വെള്ളപ്പൊക്കമായി, പിന്നെ ഞാനും അവനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവമാണ്. അപ്പോൾ തകിലുകാരൻ. അപ്പോൾ അവൻ്റെ വല്യച്ഛൻ പേര് കേട്ട തകിൽ വിദ്വാനായിരുന്നു, പന്തല്ലൂർ രാമൻകുട്ടി പറഞ്ഞിട്ട്, എൻ്റെ വല്യമ്മയുടെ മൂത്ത മകൻ. എൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മ ഒന്ന്, രണ്ടച്ഛൻ, അങ്ങനെ രണ്ടാമച്ഛൻ്റെ മകൻ ശങ്കരൻകുട്ടി പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ആൾ 10-85 വയസ്സായി. ഇപ്പോൾ ഞാങ്ങാട്ടിരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഞാങ്ങാട്ടിരി ശങ്കരൻകുട്ടി നാദസ്വരം. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ദേവസ്വം എൻ്റെ അച്ഛമ്മങ്ങളുടെ ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിങ്ങനെ വളരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് നവരാത്രിക്ക് ആദ്യത്തെ 3 ദിവസം ശ്രുതി പിടിക്കാൻ നിൽക്കും. എന്താ ദേവസ്വം വളക്ക. അപ്പോൾ ഒരാളില്ലെങ്കിലും കാശ് കൊടുക്കാനില്ല, ആകെ 5 ഉറുപ്യ കൊടുക്കുക, ആകെ 5 ഉറുപ്യ. അവരവിടെ താമസം, കുളി, ചീട്ടുകളി, നല്ല ഊണ്. ഞാൻ ആ കുട്ടിക്കാലം എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ചില ലലനാമണികൾ ഒരു കത്ത് തരിക, എന്താ, അതാത് കാലത്ത് പ്രസക്തമായിട്ടുള്ള പാട്ട് ഇദ്ദേഹത്തിനോട് വായിക്കാൻ പറയും. അതായത് ഈ ദീപാരാധനയ്ക്ക് ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ വായിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അത് ഓരോ ദിവസം ഓരോ രാഗവിസ്താരമൊക്കെ ചെയ്യും. അപ്പോൾ
ഈ മംഗളം വായിക്കണതിൻ്റെ മുമ്പ് ഒരു സിനിമാ പാട്ട് ഭക്തിഗാനം വല്ലതും, അതാത് കാലത്തുള്ളത്. അപ്പം ഞാൻ പറയും ഇപ്പം സമയമില്ലാതെ. ഇത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓരോ കൗതുകപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയും ഏട്ടനോട്, ഏട്ടാ ഇന്ന പാട്ടൊന്ന് പാടും കേട്ടോ, വായിക്കും കേട്ടോ, ഈ ചിറ്റട് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാവും. അപ്പോൾ ഈ നാദസ്വരം എന്ന് പറഞ്ഞപ്പോൾ താമരശ്ശേരിയുടെ സന്തോഷം ഞാനും അനുഭവിച്ചു എന്നർത്ഥം. അതാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ 6-7 വർഷം ചീഫ് പ്രീസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ നിത്യേന ഇത് കേൾക്കണം. ഭഗവാനെ ഉണർത്തുപാട്ടാണത് നാദസ്വരം. അപ്പോൾ ഇവിടെ ശങ്കല്ല തകിലും നാഗസ്വരവും വേണം അങ്ങിനെ അറിയണം ഉടൻ കാത്തു നിൽക്കും ഗോകുലമൊക്കെയും. ഗോകുലത്തിലുള്ള എത്ര വീട്ടുകാരുണ്ടോ അത്ര ആൾക്കാർ മനസ്സിലാവണം നന്ദഗോപർക്ക് ആൺകുട്ടി ഉണ്ടായി എന്നുള്ളത്. സന്തോഷിച്ചിടണം കേട്ടു ദേവന്മാരും പിതൃക്കളും. അപ്പം ദേവന്മാരും പിതൃക്കളൊക്കെ കേട്ടു. ഈ ശങ്കുലി എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കണമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ഈ കംസൻ്റെ കാരാഗ്രഹത്തിൽ പറഞ്ഞ പെഞ്ചു ഓമന കുട്ടീനെ രാഖി രാമനം അപ്പോൾ യമുനാ നദി കടന്ന് നന്ദഗോപരുടെ വീട്ടിലാക്കുമെന്ന് അറിയാം. അപ്പം നേരം വെളിച്ചായാൽ എല്ലാവരും കുട്ടികളെ കാണാൻ പോകുമ്പോൾ ദേവന്മാർക്കും പിതൃക്കൾക്കും ഭഗവാനെ കാണാം. അതാണല്ലോ എല്ലാം സൂക്ഷ്മ ശരീരങ്ങളായിട്ട് അല്ലേ. മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല ദേവന്മാരെ, കണ്ടുവച്ചാൽ ദോഷമാണ് ഇനി. അതുകൊണ്ടാണ് അറിയണം ഉടൻ കാത്തു നിൽക്കും ഗോകുലമൊക്കെയും സന്തോഷിച്ചിടണം കേട്ടു ദേവന്മാരും പിതൃക്കളും തുടങ്ങി വാദ്യഘോഷങ്ങൾ അവതാര മഹോത്സവം. ദേവലോകത്ത് ദേവന്മാർ നൃത്തം ചെയ്യാൻ തുടങ്ങി. പിതൃക്കൾ ഞങ്ങളുടെ താഴ്വഴിയിലുള്ള ആൾക്കാർക്കൊക്കെ ഭഗവാനെ കാണാനും ഭഗവാനെ മുട്ടി ഉരുമ്മി ജീവിക്കാനും ഭഗവാന്റെ ഒപ്പം കളിക്കാനും ഭഗവാന്റെ ഒപ്പം ആട് മേയ്ക്കാനും പശു മേയ്ക്കാനും ഒക്കെ സാധിക്കുമല്ലോ എന്ന് അവർക്കും സന്തോഷം. കൊണ്ടാടി വിണ്ണിൽ വിണ്ണോരും ഗോകുല തിങ്കൽ നന്ദനും ആനന്ദം അലതല്ലിയിടും മകാരാണ് അവിടെ ആണ്. അപ്പോൾ ദീർഘം കൂട്ടി അകാരം കൂട്ടുമ്പോൾ ആനന്ദം അലതല്ലിയിടും രോഹിണി ദേവി അങ്ങുടൻ മണിത്തൊട്ടിലിൽ മിന്നും തൻ കിടാവിൻ്റെ അടുത്തു പോയി. നിനക്കൊരു അനിയൻ പറഞ്ഞുണ്ണൂന്നാ. രോഹിണി ദേവി തൻ്റെ മകൻ മണിത്തൊട്ടിൽ അടുക്കിക്കൊണ്ടിരിക്കുക. അവിടെ പോയി അപ്പോൾ ആ മണിത്തൊട്ടിലിൽ മിന്നും തൻ കിടാവിൻ്റെ അടുത്ത് പോയി നിനക്ക് കൊച്ചനുജനൊന്നുണ്ടായിട്ടുണ്ടു കാട്ടിടാം. അപ്പോൾ നമുക്ക് ആനന്ദക്കണ്ണീര് വരികയാണ്. കാരണം എന്താ, നമ്മളവിടെ ഉണ്ട് കഥയിൽ. മോനെ നീ ഏട്ടനായി, നിനക്ക് ഇതുവരെ സ്ഥാനം ഉണ്ടായിരുന്നില്ല, ഇപ്പം നീ ജ്യേഷ്ഠനായി, നിനക്കൊരു കൊച്ചനിയൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന കഥകളായിട്ട് നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കാര്യം എളുപ്പമായിട്ട് മനസ്സിലാവും. ആനന്ദം അലതല്ലിയിടും രോഹിണി ദേവിയങ്ങുടൻ മണിത്തൊട്ടിലിൽ മിന്നും തൻ കിടാവിൻ്റെ അടുത്തു പോയി നിനക്ക് കൊച്ചനുജനൊന്നുണ്ടായിട്ടുണ്ടു കാട്ടിടാം എന്നൂതി കൊണ്ടെടുത്തമ്പാർന്ന് ഉണ്ണിയെ കൊണ്ടു കാട്ടിനാൾ. ഭഗവാൻ രോഹിണി ദേവി വല്യമ്മയാണല്ലോ അല്ലേ, ദേവകി ദേവിയുടെ സപത്നിയാണല്ലോ രോഹിണി ദേവി. എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു. നിനക്ക് കൊച്ചനുജനുണ്ടായിട്ടുണ്ടു കാട്ടിടാം എന്നോതി കൊണ്ടെടുത്തമ്പാർന്ന് ഉണ്ണിയെ കൊണ്ടു കാട്ടിനാൾ. ആ 2 പേർക്കഴും ചേർച്ച. എന്താ ചേർച്ച? ഈ ഏട്ടൻ്റെ ശരീരമാകുന്ന തൽപ്പത്തിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ആരെ? മഹാവിഷ്ണു. ഏട്ടൻ ഇവിടെ ആരാ? ബലരാമൻ എന്ന പേരിൽ അറിയപ്പെടും. ആ ബലരാമൻ ആരുടെ അവതാര? സാക്ഷാൽ അനന്തമൂർത്തിയുടെ, അനന്തൻ്റെ അവതാരമാണ്. ശ്രീരാമാവതാരത്തിൽ അനിയനാണെങ്കിൽ ഇപ്രാവശ്യം പൂർണ്ണാവതാരത്തിൽ ജ്യേഷ്ഠനായിട്ടാണ്. സ്നേഹവും ബഹുമാനവും പിടിച്ചു പറ്റിയാണ്. അപ്പോൾ നിനക്ക് കൊച്ചനുജനുണ്ടായിട്ടുണ്ടു കാട്ടിടാം എന്നോതി കൊണ്ടെടുത്തമ്പാർന്ന് ഉണ്ണിയെ കൊണ്ടു കാട്ടിനാൾ. ആ 2 പേർക്കഴും ചർച്ച കണ്ടു മോദിച്ചു സർവരും. എല്ലാവർക്കും വളരെ സന്തോഷമായി.
അങ്ങുതാനവനെ കൊണ്ടേ കിടത്തു വേഗമെങ്ങനെ. കൈ മാറണ്ട, കുട്ടികളെ കൈമാറരുത്, അതൊക്കെ ചിലത് വെറുതെയുണ്ട്. സ്വർണത്തിനൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ആരടുത്തത് വെച്ചാൽ അവർ മുഖാന്തരം തന്നെ അവിടെ. അപ്പോൾ പറഞ്ഞു അങ്ങുതാനവനെ കൊണ്ടേ കിടത്തു വേഗമെങ്ങനെ. മതി കാട്ടിയത് കൊണ്ടേ കൊടുത്തു. അവിടെ യശോദമ്മയ്ക്ക് വിഷമം വേണ്ട. പാടില്ല ഏതോ വയസ്സായ ഗോപി ഉച്ചത്തിലോതിനാൾ. അപ്പോഴേക്കും ഗോപസ്ത്രീകളിൽ പ്രായമായിട്ടൊരു സ്ത്രീ പാടില്ല ഏതോ പാടില്ല. കുട്ടീനൊന്നും ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടെന്നാ. അതിൽ രണ്ടിടത്തുണ്ട്. സാക്ഷാൽ പരമാത്മാവാണ്. ഇനി വേണ്ടവർ അവിടെ പോയി കയ്യോ കാലോ തൊട്ട് തലൂടുക എന്നല്ലാണ്ട് ആരേനും കൊണ്ട് കാണിക്കുക. ഇതിവിടെ ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് കാണാം. പാടില്ല ഏതോ വയസ്സായ ഗോപി ഉച്ചത്തിലോതിനാൽ. എല്ലാവർക്കും ഒരുപോലല്ല കണ്ണനെന്നോർക്കണം എപ്പോഴും. കണ്ണന് സ്ഥായിയായിട്ടൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് കണ്ണനെ എങ്ങനെ എടുത്തിട്ട് മറ്റാൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ്ട. എല്ലാവർക്കും ഒരുപോലല്ല കണ്ണനെന്നോർക്കണം എപ്പോഴും. കിടാവിനെ കുളിപ്പിപ്പാൻ പൊക്കിൽ കൊടിമുറിക്കുവാൻ ഉത്സാഹമർന്നകത്തെങ്ങും തിരക്കിയിടുന്നു ഗോപികൾ. പ്രായമായിട്ടുള്ള ചിലവർ എനിക്കാണ് അതിൻ്റെ സ്ഥാനം. പൊക്കിൾ കൊടി മുറിക്കാൻ. കുട്ടീനെ കുളിപ്പിക്കാൻ ഞാനാവാം, ചൂടുവെള്ളം ഞാനുണ്ടാക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ചൂട് കയറാൻ പാടില്ല. എന്തൊക്കെ കോലാഹലം അവിടെ. ഉത്സാഹമാർന്നകത്തെങ്ങും തിരക്കിയിടുന്നു ഗോപികൾ. അവിടെ കൂടിയോർക്കെല്ലാം പണവും പട്ടുചേലയും. നന്ദഗോപരെ അവിടെ കൂടിയിട്ടുള്ള ഗോപസ്ത്രീകൾക്കൊക്കെ പട്ടുചേലകൾ ദാനം ചെയ്തു എന്നാണ്. പണവും കൊടുത്തു. രോഹിണി ദേവിയെ കൊണ്ടുകൊടുപ്പിച്ചാൾ മനസ്സിനി. അതിന് വലിയൊരു കാര്യമുണ്ട്. ഏട്ടത്തിക്ക് ഉള്ള സ്ഥാനം കൊടുക്കണം. അനിയത്തി യശോദാദേവിക്ക് വസുദേവരുടെ ഭാര്യയായിരിക്കുന്ന രോഹിണി ചേച്ചിയുടെ സ്ഥാനമാണ്. അപ്പോൾ എനിക്കൊരു ഉണ്ണി ഉണ്ടായി, അതിൻ്റെ സന്തോഷം ചേച്ചിക്കാണ്. ചേച്ചിയുടെ ഉണ്ണി ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ രാമൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, ബലരാമനായിട്ട്. അയാൾക്ക് സന്തത സഹചാരിയായിട്ട് എൻ്റെ ഉണ്ണി ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ. ആ ഗിവ് ആൻഡ് ടേക്ക് സന്തോഷം, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം എന്നൊക്കെ പറയണം. രോഹിണി ദേവിയെ കൊണ്ടുകൊടുപ്പിച്ചാൾ മനസ്സിനി. നല്ല മനസ്സുള്ളവർക്ക് ദാനധർമ്മങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നന്ദൻ കുളിച്ചു ഭഗവദ്ധ്യാന സംശുദ്ധമാനസൻ. നന്ദഗോപുര ഈ പേല കേട്ടാലും കുളിക്കണം. അത് മരിച്ച പോലെയാണെങ്കിലും ശരി, പെറ്റ പോലെയാണെങ്കിലും ശരി. നന്ദൻ കുളിച്ച് ഭഗവദ്ധ്യാന സംശുദ്ധമാനസൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഭഗവാനെ ധ്യാനിക്കാതെ കണ്ട് മനസ്സ് സംശുദ്ധതയെ പ്രാപിക്കില്ല. മനസ്സ് സംശുദ്ധമാവാതെ കണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരില്ല. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരാതെ കണ്ട് ഈശ്വരപ്രാപ്തി ഉണ്ടാവില്ല. ഈശ്വരപ്രാപ്തി ഇല്ലാതെ കണ്ട് മോക്ഷം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കുഞ്ഞിനെ ചെന്നു നേരിട്ടു കാണുവാൻ കാത്തിരിക്കയം. കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് എൻ്റെ പൊന്നുണ്ണീനൊന്ന് കാണണം. അത് സാധാരണ കുട്ടി ആ പ്രസവമുറിയിൽ ഭാര്യയും കുട്ടിയും പ്രായമായിട്ടുള്ളൊരു സ്ത്രീ അല്ലാണ്ട് ബാക്കി ആൾക്കാരുള്ളപ്പോൾ കുട്ടിയുടെ അച്ഛൻ പോയി കാണില്ല. അങ്ങനെയൊക്കെയാണ് ഒരു പ്രോട്ടോക്കോൾ എല്ലാറ്റിനും ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ ചെന്നു നേരിട്ടു കാണുവാൻ കാത്തിരിക്കയാം. ഭദ്രദീപങ്ങൾ തൻ മുമ്പിൽ മിന്നും കൊച്ചു കുഞ്ഞിനെ. ധാരാളം വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഭദ്രദീപങ്ങൾ തൻ, ആ ദീപങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ എന്താ ഭദ്രദീപങ്ങൾ? ഈശ്വരൻ്റെ മുമ്പിൽ വയ്ക്കണതൊക്കെ ഭദ്രദീപങ്ങളാണ്. അപ്പോൾ ആ ഭദ്രദീപങ്ങൾ എന്നുള്ള ശബ്ദം കേട്ടാൽ ഇത് മഹാവിഷ്ണുവാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് എന്ന് അനുവാചകർക്ക്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ബോധം വരണം. മിന്നുമ്മ കൊച്ചു കുഞ്ഞിനെ കൊണ്ടേ കിടത്തിനാളമ്മ കായാമ്പൂ മണിവർണ്ണനെ. വേദത്തിൻ വിരിയിൽ പോലും കിടക്കാത്ത കിടാവവൻ. വേദമാകുന്ന വിരിയിൽ പോലും കിടക്കാത്ത കിടാവവൻ. നന്ദൻ്റെ നേർത്ത പൂമ്പട്ടിലെത്രയും കരുണാനിധി. പച്ചയായി തന്നെ വേദാന്തതത്വം മിന്നുന്ന പോലവേ.
ശോഭിച്ചു സച്ചിദാനന്ദം ഉടൽ പൂണ്ടതുപോലവേ. സച്ചിത് ആനന്ദം ഉടൽ പോണ്ട പോലവേ. സത്ത് ചിത്ത് ആനന്ദം ഒരു രൂപം എടുത്തു. അതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന് നമ്മൾ ഉച്ചരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് സത്ത് ചിത്ത് ആനന്ദ ഉണ്ടാവണം. അപ്പോൾ ഒരു ഭാഗവതം കേൾക്കുമ്പോൾ മുഴുവൻ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പോൾ മുഴുവൻ ദുഃഖങ്ങളെ ഒക്കെ അകറ്റി നിർത്തി സത്ത് ചിത്താനന്ദം രൂപമെടുത്തതാണ് എൻ്റെ ഹൃദയം എന്ന് മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ പറയണില്ല, സമയമായി. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സച്ചിദാനന്ദ ഘനശ്യാമനായിരിക്കുന്ന ഭഗവാൻ വേറെയല്ല, അവരവരുടെ ഹൃദയപത്മത്തിലാണ് എന്ന് മറക്കാതെ കണ്ടിരുന്നാൽ നമ്മളുടെ ഭക്തിജ്ഞാന വൈരാഗ്യം വളരാതെ കണ്ടിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.